വിദേശത്ത് നഴ്സിംഗ് ജോലിക്കായി പണം നൽകിയ കാലടി സ്വദേശിനിയായ യുവതിക്ക് നഷ്ടമായത് 6.5 ലക്ഷം രൂപ. ഇരിങ്ങാലക്കുടയിലെ ബ്ലൂമിസ്റ്റി ടൂർസ് ആൻഡ് കൺസൾട്ടൻസിയാണ് പണം തട്ടിയത്. കാലടി സ്വദേശിനിയെ കൂടാതെ നിരവധി പേരാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ന്യൂസിലൻഡിലെ നഴ്സിംഗ് ജോലിക്കായാണ് യുവതി പണം നൽകിയത്. വിശ്വാസ്യത പിടിച്ചുപറ്റാനായി കമ്പനി കോഴ്സ് വിവരങ്ങളും മറ്റും ചോദിച്ചറിഞ്ഞു. വിസ തയ്യാറാക്കി നൽകാമെന്ന് പറഞ്ഞ് പല ഘട്ടങ്ങളിലായി 6 ലക്ഷം രൂപ സ്ഥാപനം തട്ടിയെടുത്തു. തുടർന്ന് യുവതിക്ക് ലഭിച്ചത് വ്യാജ വിസയും. നിങ്ങൾക്ക് വർക്ക് വിസ വന്നിരിക്കുകയാണ്, ഞാനത് ഇട്ട് തരാത്തതാണെന്ന് പറഞ്ഞു. പക്ഷെ ആ സംസാരിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമുക്കത് ഫോർവേഡ് ചെയ്ത് തന്നു. ഫോർവേഡ് ചെയ്ത് ആ പേപ്പർ, വർക്ക് വിസ എന്ന് പറയുന്ന പേപ്പർ നമുക്ക് ഇട്ടുതരാണ്. അതിനകത്ത് എല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പേര്, പാസ്പോർട്ട് നമ്പർ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഹൈഡ് ചെയ്തിട്ടിരിക്കുക. കാരണം അതൊരു DTP സെന്ററിൽ ചെന്നാൽ പോലും ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് നമ്മൾ പിന്നീടാണ് അറിയുന്നത്. ഇതിട്ട് കഴിഞ്ഞിട്ട് അവർ പറയാണ് 3 മണിക്കൂറിനുള്ളിൽ 4.5 ലക്ഷം രൂപ, അതായത് സിനോബിൻ്റെയും ദുർഗയുടെ അക്കൗണ്ടിലേക്ക്, അവരുടെ ജോയിൻ്റ് അക്കൗണ്ടാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ ബ്ലൂമിസ്ട്രി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മളത് അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ പോകാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ലോൺ എടുത്ത് വെച്ചിരുന്നായിരുന്നു. അത് നമ്മുടെ അക്കൗണ്ടിലുണ്ടായി. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ നമുക്കൊരു റെസിപ്റ്റ് അയച്ചു തരുന്നുണ്ട്. ആ റെസിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആളൂർ സ്വദേശി നൽകിയ പരാതിയിൽ കമ്പനി ഡയറക്ടർ സിനോബ് അറസ്റ്റിലായതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. തുടർന്ന് യുവതി കാലടി പോലീസിൽ പരാതി നൽകി. ബ്ലൂമിസ്റ്റി ഡയറക്ടർമാരായ സിനോബ് ബാലകൃഷ്ണൻ, ദുർഗ ശശി, ജീവനക്കാരൻ നോബൽ സൈമൺ എന്നിവരാണ് പ്രതികൾ. പോയിട്ട് വന്നിട്ട് അവിടെ പെട്ടുപോയിട്ട് അവനിവിടെ നിന്ന് കംപ്ലൈന്റ് കൊടുത്ത് അങ്ങനെ സിനോബിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് മനുഷ്യക്കടത്തിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. മനുഷ്യക്കടത്തിൽ നിന്ന് ശരിക്കും നമ്മൾ നമ്മുടെ ഭാഗ്യം, മക്കളുടെ ഭാഗ്യം കൊണ്ട് ഒക്കെ നമ്മൾ രക്ഷപ്പെട്ടതാണ്. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടതാണ്. ഈ കേസ് പ്രശ്നം കൂട്ടത്തിലേക്കൊക്കെ പോയപ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങളെ അയർലൻഡിന് വിടാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അയർലൻഡിന് വിടാന്ന് പറഞ്ഞു. നമ്മളതൊക്കെ കാശ് പോയിരിക്കുകയാണല്ലോ. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് അത് പോകുന്നതെന്ന്. ഇതൊക്കെ കഴിഞ്ഞാണ് മനുഷ്യക്കടത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ അറിയുന്നത്. ഇപ്പം പറയുന്നുണ്ട് നിങ്ങളെ അയർലൻഡിലേക്ക് വിടാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി അവൻ പറയാം. മെഡിക്കൽ എടുക്കുമ്പോൾ ഫുൾ ബോഡി ചെക്കപ്പാണ് പറയുന്നത്. അത് അപ്പോളോ ഹോസ്പിറ്റലിലാണ് ബുക്ക് ചെയ്യുന്നത്. ഫുൾ ബോഡി ചെക്കപ്പ് പറയാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പം അപ്പം തന്നെ സംശയം വന്നു. ഒരിക്കലും പുറത്തേക്ക് പോകാൻ വേണ്ടി ഫുൾ ബോഡി ചെക്കപ്പ് പറയില്ല. ഞാൻ നേരെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അന്നേരം അവർ പറയാണ്, ഇല്ല ചേച്ചി, പുറത്തേക്ക് പോകാനുള്ള മെഡിക്കൽ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന് പറയാം. വിവിധ സ്റ്റേഷനുകളിൽ തട്ടിപ്പിനിരയായവർ പരാതി നൽകിയിട്ടുണ്ട്. ആളൂർ സ്വദേശിയുടെ പരാതിയിൽ സിനോബ് റിമാൻഡിലാണ്. പൈതൃകം, വിശ്വാസം, ഗുണമേന്മ, സെലക്ടഡ് പ്രീമിയം പ്രൈസ്, ടോളിംഗ്സ് ഫുഡ്സ്, നല്ലത് വിളമ്പുന്ന സംസ്കാരം.